തുടരും ഇറങ്ങി വലിയ വിജയമായപ്പോൾ കുറെ കാലത്തിന് ശേഷം കുറെ ആളുകളുടെ ഉള്ളിൽ ഈ ഫാൻ ബോയ്സ്, അതായത് ആക്ടേഴ്സ് ഡയറക്ടേഴ്സിനുള്ളിൽ തന്നെ ഫാൻ ബോയ്സ് ഉണരുന്നു. അവർ ആ പടത്തെ ഒരു സാധാരണ പ്രേക്ഷകനെ പോലെ ആസ്വദിക്കും, ആർമാദിക്കുന്നു ഒക്കെ കാണാൻ തോന്നി. ചേട്ടൻ ഇപ്പോഴും ഇപ്പൊ വൺസ് ലാൽ സാറിന്റെയോ അല്ലെങ്കിൽ മമ്മൂക്ക സാറിന്റെയോ സുരേഷ് ഏട്ടന്റെയോ ഒക്കെ പടം തിയേറ്ററിൽ തുടങ്ങിയാൽ ഈ നടൻ ഒക്കെ മാറി ആരാധകനായി മാറുമോ? പിന്നെ ഏത് സിനിമ കാണുമ്പോഴും നടനല്ലോ, അവിടെ നമ്മൾ പ്രേക്ഷകൻ തന്നെ. ഏത് സിനിമ നമ്മളൊരിക്കലും ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാണാറില്ല. അവരെന്ത് തരുന്നു അത് റിസീവ് ചെയ്യാനാണ് ഞാനിരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഇപ്പം വൈഫ് സിനിമ കാണുമ്പം പ്രിഡിക്റ്റബിൾ നേച്ചറുള്ള ആളാണ്. ഇത് അങ്ങനെ പോകും. എനിക്ക് ഇന്ന് വരെ സെൻസിൽ കിട്ടിയിട്ടില്ല. അവരെന്താണോ ഒരുക്കിയേക്കുന്നത് അത് കാണാനാണ് ഞാൻ ഇരിക്കാറ്. ആക്ച്വലി അത് കണ്ടിട്ട് ഇപ്പോൾ എനിക്കത് ടോട്ടാലിറ്റിയിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ചില ഇഷ്ടപ്പെട്ട സീനുകളോ മൊമെന്റ്സോ ഉണ്ടോ, ഇത് കഴിഞ്ഞൊരു ഇഴകീറിയൊരു വിശകലനത്തിലോട്ട് പോകാറില്ല. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ വരുന്ന സിനിമ വാഴ ഫോർ എക്സാമ്പിൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ബിപിൻ ദാസിനോട് 1 മണിക്കൂറോളം സംസാരിച്ച സിനിമയാണ്. കാര്യം ഏറ്റവും നല്ല ഒരു അഡാപ്റ്റേഷൻ ഫോർ 3 Idiots എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര പാടാ. 3 Idiotsനെ ഒന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് പ്ലേസ് ചെയ്യാൻ ഫാമിലി ഇമോഷൻസ് ഒക്കെ ഇപ്പോഴത്തെ ജനറേഷൻസിൽ വളരെ അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ കണക്ട് ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ എളുപ്പമല്ല. അതിന്റെ മ്യൂസിക് സൗണ്ട്സ്കേപ്പ് അടിപൊളിയാണ്. അപ്പൊ അത് പോലത്തെ ഉള്ള സിനിമകൾ ഭയങ്കര ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കും. അല്ലാത്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് ഡിസ്കണക്ട് ആയി പോകാറേ ഉള്ളൂ. പക്ഷെ കാണുന്ന സിനിമയത്ത് പ്യുവർലി പ്രേക്ഷകനാണ്. അത് എസ്പെഷ്യലി ഇപ്പൊ ഈ ചോദ്യം വന്നപ്പോൾ തുടരും എന്ന് പറയുമ്പോൾ തരുൺ പറഞ്ഞ പോലത്തെ ആ സ്ലീപ്പർ സെല്ലിലൊക്കെ ഒരാളായിരിക്കും. അപ്പൊ നാച്ചുറലി സാറിന്റെ ഒരു ഭയങ്കര ഒരു റെസ്പോൺസ് കിട്ടുന്ന ഒരു മൊമെന്റിൽ നമുക്ക് ആ ഉള്ളിൽ ആവേശം വരും. കോളേജ് കാലഘട്ടം തൊട്ടുള്ള കറക്റ്റ്. ഫണ്ടാസ്റ്റിക്കിലും ഇല്ലേ മറ്റേ സ്ഫടികത്തിന്റെ ഇൻട്രോ മുഴുവൻ അദ്ദേഹത്തിന്റെ പോയിട്ട് ഈ നേരത്തെ ഇപ്പൊ ആർക്കൈവിലൊക്കെ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ഹൗസിന്റെ ലോഗോ വേറൊരു ആക്ടറിന്റെ സത്യം. അത് ധ്യാനും വിശാഖും ഞാനും യുനാനിമസ്ലി പിന്നെ ഒഫീഷ്യൽ ലാൽ സാർ ഫാൻസ് ആയതുകൊണ്ട്. ഇപ്പൊ നേരത്തെ നമ്മള് പണ്ടത്തെ നോ ഒഫൻസ് ടു അതർ ആക്ടേഴ്സ്, ഈ ഫാൻ ബോയ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ആവേശം കൂടുതലായിരിക്കുമല്ലോ, അതാണല്ലോ ഈ ഫാൻ എന്ന് പറയുന്നത്. വളരെ റയറായിട്ട് ഇപ്പൊ ആളുകൾ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തെ ഒരു പടം പോയിട്ട് അത് കണ്ടിട്ട്, കാരണം കുറെ ആക്ടേഴ്സ് പറയാ അന്നത്തെ ആക്ടിങ് അല്ലെങ്കിൽ അന്നത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വേറെയാണ്, അതുകൊണ്ട് അതിൽ നമുക്ക് ഒന്നും എടുക്കാനില്ല എന്നൊക്കെ പറയുന്നിടത്ത് വളരെ റയറായിട്ട് മിഷ്കിൻ സാറൊക്കെ അതിനുവേണ്ടി കുറെ വാദിക്കാറുണ്ട്. പണ്ടത്തെ പടങ്ങൾ എന്തുകൊണ്ടാണ് ആളുകൾ കാണാത്തത്, അതിൽ നിന്ന് തന്നെ ഇപ്പോഴും പഠിക്കാനുള്ളത്. ചേട്ടൻ അങ്ങനെ ഇപ്പോഴും എഫേർട്ട് എടുക്കുന്നുണ്ടോ? പിന്നെ ഞാനൊരു ലേറ്റ് 70s അല്ലെങ്കിൽ ഏർലി 80s ടു ഒരു 90 മിഡ് വരെയുള്ള സിനിമകൾ 2 ഭാഷയുടെയും അത്യാവശ്യം നന്നായി തന്നെ കാണാറുണ്ട്. റീവാച്ചും ഫുള്ളൊരു സിനിമ ഇരുന്ന് കാണുന്നില്ല, നമുക്ക് പലരുടെയും ബിറ്റ്വീൻ പോർഷൻസോ അല്ലെങ്കിൽ ചിലതൊക്കെ അറിയാമല്ലോ. അപ്പോൾ എക്സാക്ട്ലി ലൈക്ക് എ റെഫറൻസ് ഞാൻ പോയി റീവാച്ച് വിസിറ്റ് ചെയ്യാറുണ്ട്. തമിഴ് മലയാളം അത് വേറെ ഭാഷയിലോട്ടോ ഇംഗ്ലീഷിലോട്ടോ അതർ ഫോറിൻ ലാംഗ്വേജസിലോട്ടോ ഞാൻ പോയിട്ടില്ല. കാര്യം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ സമ്പന്നമാകുമ്പോൾ ഞാൻ എന്തിനാ അവിടെ പോകണം. കുറച്ച് ആക്ടേഴ്സിനൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ ഡയലോഗ് ഇല്ലാതെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബ്രില്യൻസ് വരും. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ ഇന്ത്യൻ ഫേമസ് ആയിട്ടുള്ള വേണു സാറിന്റെ സീക്വൻസ് ഇപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പെർട്ടൈസ് വർക്ക് ആവുന്നുണ്ടോ അജു വർഗീസിന്? ഡയലോഗ് ഭാരമാവുന്ന ചില സമയങ്ങളുണ്ട്, ഇല്ലാന്നല്ല. ചില സമയങ്ങളിൽ ഒരു നോട്ടത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന സാധനങ്ങൾ അവിടെ ഒരു ഡയലോഗ് ഇന്നുണ്ടെങ്കിൽ അതൊരു ക്രിഞ്ചായി മാറുന്ന കാലമായി. ആൾക്കാർ അത്രയും അപ്ഡേറ്റഡും ആണ്, അവരത്രയും ഇപ്പൊ ഞാൻ എന്നെ പോലുള്ളവരെക്കാളും കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്യാനിരിക്കുന്നവർ കൂടുതലായതുകൊണ്ട് അവർക്ക് ലെസ് ഡയലോഗ്സ് ഒരു പരിധി വരെ നല്ലതാണ്. കാര്യം വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സൗണ്ട് ഉണ്ട്, സൈലൻസ് സ്പീക്സ്, എല്ലാം സിനിമയിൽ ഒരു മീഡിയം മാത്രമല്ലല്ലോ. സംഭാഷണം ഒരു ടൂളെന്നേ ഉള്ളൂ ഈ കഥ പറയാനുള്ളത്. ബാക്കി എത്രയോ ടൂൾസ് ഉണ്ട്. ഈവൻ ബാക്ക്ഡ്രോപ്പിലെ ഒരു സൈൻ പോലും, ഒരു ആർട്ട് പ്രോപ്പർട്ടി പോലും ബ്രില്യൻസ് ആയി മഹേഷ് ഒക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, ദിലീഷ് ചേട്ടൻ ചെരുപ്പ് കഴിയുമ്പോൾ 2 എന്ത് വെച്ച് ജാതിക്ക വെച്ചത് പോലും ആ എനിക്കത് മനസ്സിലായി. അത് ജാതിക്ക ഇല്ലാതെ അത് കാണുവാണെങ്കിൽ വോളിബോൾ പ്ലേസ് ചെയ്തത് അതെ. അപ്പൊ അതൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലമാണെന്ന് ഇന്ന് മാത്രമല്ല അത് പണ്ടും മനസ്സിലാവുന്നുണ്ട്. ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ കൈവെള്ളയിൽ അത് എത്തുന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അത് സംസാരിക്കാനുള്ള ഇടങ്ങൾ
അല്ലെങ്കിൽ സമയങ്ങൾ കിട്ടുന്നു. മറ്റേത് നമുക്ക് ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. അതാണ് ഡിഫറൻസ്. വളരെ ശരി. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഞാൻ നമ്മുടെ ബ്ലസി സാറിനോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ തന്മാത്രയില് ആ മകന്റെ ഡ്രോ തുറക്കുമ്പോ അതിനകത്ത് എന്തൊക്കെയാ വേണ്ടേ, ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, അത് ക്യാമലിന്റെ ആയിരിക്കണം, ക്യാമലിന്റെ ഈ കളറിന്റെ ആയിരിക്കണം, അത്രയും ഡീറ്റെയിലിംഗ് ഒക്കെ അന്നും ഉണ്ടായിരുന്നു. പിന്നെ കിലുക്കൊക്കെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തില്ല, അത്രയും കൊമേഴ്ഷ്യൽ ഒരു പടം പറ്റുമോ? അത് ചെയ്തേ പറ്റൂ. അത് ചെയ്യുന്നില്ല എന്നുള്ള വാദമൊന്നും ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് ഇന്ന് അതിനുള്ളൊരു ഫോണിൽ കാണുമ്പോൾ അത് പോസ്റ്റ് ചെയ്യാനും സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ ഇരുന്ന് സ്റ്റഡി ചെയ്യാൻ അവസരം കൂടിയപ്പോൾ അതിനുള്ള ശ്രദ്ധ കൂടിയെന്ന് മാത്രം. കുറച്ചധികം സിനിമകൾ ജോർഗീസ് അങ്ങനെ കഥയൊന്നും കേൾക്കാതെ പോയി അഭിനയിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് കഥ ഓഫ് ദ ഫുൾ കഥ കേൾക്കും വിഷ്ണു. എന്താ കഥ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിലോ 2 മിനിറ്റിലോ പറയാം ഏത് സിനിമയുടെയും. ആ കഥ അറിയാം, ഞാൻ എന്താണ്, ഇതാണ് കൂടുതലും സംഭവിച്ചേക്കുന്നത്. മലർവാടിയും തട്ടത്തിൻ പറയത്തും ഒരു പരിധിവരെ ലവ് ആക്ഷൻ ഡ്രാമയും സായം മേക്കറിയും ഗൂഢാലോചനയും ലവകുശിയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനൊരു തിരക്കഥ കേട്ടിട്ടുണ്ടാവുക. അത് വേറെ രീതിയിലും കൂടി ഇൻവോൾവ് ചെയ്തത് കൊണ്ടായിരിക്കാം. പിന്നെ മിഥുൻ്റെ ഒരു സിനിമ അർദ്ധരാത്രിയിലെ കൂടാ എന്ന് പറഞ്ഞിട്ട്, അത് ഇത്രേ ഉള്ളൂ പെട്ടെന്ന് ഓർക്കുകയാണെങ്കിൽ. ഈ കുട്ടേട്ടനാവുന്നതിനൊന്നും അങ്ങനെ വലിയ ബ്രീഫിംഗ് ഒന്നുമില്ല. കുഞ്ഞിരാമായണം കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ധ്യാന്റെ ഡേറ്റ് എടുക്കാൻ ബേസിൽ വന്നേക്കായിരുന്നു. അപ്പൊ ക്യാരംസ് കളിച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ ഇവിടെയും പിന്നെ ഇവിടെയും ബേസിൽ എവിടെയും കളിക്കുക. അപ്പൊ കഥ പറയുന്ന അവിടെ അപ്പൊ അന്ന് ഇയാളും ഉണ്ടായിരുന്നു, ദീപുവും. ഇത് ചെയ്യുമ്പോ അറിയോ ഇത് കാലത്തിന് അതീതമായിട്ട് ട്രോളുകളിലായാലും അല്ലെങ്കിൽ കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ ഡയലോഗ് വർക്ക് ആവും അങ്ങനെയൊന്നും ഇല്ല. പപ്പേട്ടൻ എന്ന് പറയുന്ന ആള് ഒരു കാലഘട്ടത്തിന്റെ റെപ്രസെന്റേഷൻ ആയി കുറെ കാലം കഴിഞ്ഞ് അയാൾ ഇല്ലാതാവുന്നതാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, എനിക്ക് അവിടെയും പെട്ടെന്ന് വന്നത് പഴയ സിനിമകളാണ്. പഴയ സിനിമകളിൽ പണ്ട് കാല് കിണ്ടിയിൽ വെള്ളം വെച്ച് കഴുകി വരുന്ന ഒരാവശ്യമില്ലാതെ നിന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഭരിക്കുന്ന ഒരു അമ്മാവന്മാരുടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വീട്ടിലെ ചെറുപ്പക്കാർക്ക് തോന്നി ഈ തെണ്ടി എന്തിനിപ്പോ വന്നേക്കുന്നത്. ആ അമ്മാവന്മാരൊന്നും ഇല്ലല്ലോ. ഇന്ന് ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറി, കൂടുതലും മരുമക്കത്തായും മാറി അല്ലേ. ആ സാധനം കുറഞ്ഞു. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വളരെ കുറഞ്ഞു. അപ്പൊ ആക്സസ് ഈ വീട്ടിലെ ഗ്രഹനാഥയോ അല്ലെങ്കിൽ ഇത് പവർ അവര് തന്നെയായി. അപ്പൊ അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ പവേഴ്സ് കുറഞ്ഞു, അഭിപ്രായങ്ങൾ പറയാനുള്ള അപ്പൊ ഇല്ലാണ്ടായെന്ന് തന്നെ പറയാം. ഇപ്പൊ ഇതേപോലത്തെ പപ്പന്മാർ കുറച്ചൊരു 20 വർഷം കഴിഞ്ഞ് ഇല്ലാണ്ടാവും, ഇങ്ങനത്തെ ബൂമറുകൾ. അപ്പൊ ഇല്ലാണ്ടായി പോകുന്നൊരു സാധനമാണ് നമ്മളിപ്പോ ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. കാര്യം കുറെ വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അജേട്ടാ, ഞാൻ ഇതിന്റെ ആദ്യത്തെ സീസൺ 1 ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അജേട്ടൻ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു. ഇത് ഇന്റർവ്യൂ എടുക്കുന്നതിന്റെ ലൈറ്റിങ്ങിനെ പറ്റി വരെ, അതായത് എങ്ങനെയായിരിക്കും നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഒരു ഫ്രെയിം വരിക എന്ന് വരെ ഇന്റർവ്യൂ എടുക്കുന്ന കുട്ടികളോട് വന്ന് ചോദിക്കും, ഫ്രെയിം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻവോൾവ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്തിട്ട് ഡയറക്ട് ചെയ്യാനോ എഴുതാനോ ഒക്കെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടായിരുന്നു. അതായിരുന്നു ആഗ്രഹം. സിനിമയിലോട്ടുള്ള എൻ്റെ ഫസ്റ്റ് താല്പര്യം റൈറ്റർ ആവുക അല്ലെങ്കിൽ ഡയറക്ടർ ആവുക, സിനിമ ഇങ്ങനെ സിനിമ പിടിക്കുക അല്ലേ, അങ്ങനെയല്ലേ പറയാം, സിനിമ പിടിക്കണം എന്നല്ലേ പറയുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു പിന്നിലെ ഭയങ്കരമായൊരു ക്ഷമ, ഫസ്റ്റ് ഫാക്ടർ ക്ഷമ എന്നിൽ പോയി. ക്ഷമ ഇല്ലാത്ത ആളായി മാറി ഞാൻ. അതിൻ്റെ ഒരു റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർനെറ്റിന്റെ ഒരു അതിപ്രസരം ഒരു ഫാക്ടറാണ്. കാര്യം ഇന്റർവ്യൂ ഞാൻ 2x സ്പീഡിൽ കാണാൻ തുടങ്ങി. അപ്പൊ വിഷ്ണു ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് ലാഗാവും ചില സമയത്ത്. ഞാൻ പറയുന്നത് ഫോർ എക്സാമ്പിൾ, ഒരാൾ എന്നോട് ഒരു വ്യക്തി ഇപ്പൊ ഡയറക്ടർ വന്ന് ബ്രീഫ് ചെയ്യുമ്പം അല്ലെങ്കിൽ കഥ നറേറ്റ് ചെയ്യുമ്പം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് എങ്കിൽ പിന്നെ ഒരു മര്യാദയുടെ പുറത്താണ് ഞാൻ കേട്ടിരിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ആ വ്യക്തിയെ ഞാൻ അപമാനിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ റീസൺ എന്താ? ഈ ഇന്റർവ്യൂസ് ഒക്കെ 1x 1.5 2 കേൾക്കുമ്പം ഡിജിറ്റലി നമുക്ക് സ്പീഡ് ചെയ്യാം. ഇപ്പൊ നിന്നെ ഇവിടെ തൊട്ടാൽ നീ സ്പീഡിൽ പറയുന്ന ആളാവില്ലല്ലോ. അത് ഭയങ്കര ഹാംഫുള്ളാണ്. അതിന്റെ ഒരു വിക്ടിമായി മാറുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂ ഇപ്പം 2 കഴിഞ്ഞ് 2.5 ഉണ്ടോ നോക്കുക. വോയിസ് നോട്ട്സ് 2 അത് റിയൽ ലൈഫിൽ പറ്റുമോ? മറ്റേതുപോലെ പറയേണ്ടി വരില്ലേ? അത് എൻ്റെ ഒരു വിക്ടിം ഇച്ചിരി ആണ് ഞാൻ. അപ്പൊ അതാണ് എൻ്റെ ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു ക്ഷമക്കുറവിനൊരു റീസൺ. ഒരു ഡയറക്ടർക്ക് ക്ഷമയില്ലാതെ പറ്റില്ല. പ്രൈമറി ഒരു ഡയറക്ടർക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കുന്നത് എല്ലാവരെയും കേൾക്കുക. ഫസ്റ്റ് തിങ്, എന്ത് പൊട്ടത്തരവും ഏത് നടനോ
ടെക്നീഷ്യനോ പറയുകയാണെങ്കിലും ആ പൊട്ടത്തരം കഴിഞ്ഞ് അയാൾ പറയുന്ന ഒരു നല്ലതുണ്ടാവാം. ഉം. ആ നല്ലതിനെ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അത് ഒരു സ്റ്റുപ്പിഡ് വെയിറ്റിംഗ് ആവാതിരിക്കാനും ഉള്ളൊരു ക്ഷമ വേണം. ഉം. ഉം. എനിക്കതില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ ജോലിക്ക് അർഹനല്ല. Nice, nice, nice. ഈ